ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതായത് IPL 2008 ആരംഭിച്ചത്. അത് ക്രിക്കറ്റും വിനോദവും ഇടകലർന്ന് വൻ ഹിറ്റായി മാറുകയും ചെയ്തു. IPLലെ ഒരു വിജയിക്കാത്ത ടീം അതിൻ്റെ നിലയെയും അത് എത്ര പണം സമ്പാദിക്കുന്നു എന്നതിനെയും അതിൻ്റെ ജനപ്രീതിയെ ആശ്രയിച്ച് ആത്യന്തികമായി അതിന് എത്ര ആരാധകരെയും ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്നിരുന്നാലും IPLൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത ടീമുകൾ പലപ്പോഴും പല മത്സരങ്ങളും തോൽക്കുകയും പ്ലേ ഓഫറുകൾ നഷ്ടപ്പെടുകയും മത്സരത്തിൽ വിജയിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ ബുദ്ധിമുട്ടുന്ന ടീമുകളിൽ ചിലത് പങ്കിടുകയും അവരുടെ പ്രതിഫലം ലഭിക്കാത്ത ക്യാമ്പയിനുകൾക്ക് സാധ്യമായ കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ ഒരു IPLൽ പരാജയപ്പെട്ട എല്ലാ ടീമുകളെയും ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ്. എന്താണ് അവരെ ഒരു വിജയിക്കാത്ത ടീമാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് ഡൽഹി ക്യാപിറ്റൽസ്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും IPLൽ അവർക്ക് ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയാണ്. 252 മത്സരങ്ങളിൽ നിന്ന് 112 വിജയങ്ങളോടെ അവരുടെ വിജയ ശതമാനമായ 44.44% അവരെ IPL ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വിജയം നേടിയ ടീമുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. സ്ഥിരത കുറഞ്ഞ പ്രകടനത്തിലുള്ള ചില കാരണങ്ങൾ ഇവയൊക്കെയായിരുന്നു. സ്ട്രാറ്റജിയിലും ടീം കൾച്ചറിലും തുടർച്ചയായ അഭാവം, പൊരുത്തമില്ലാത്ത പ്ലെയർ സെലക്ഷനുകൾ, അവയൊക്കെയായിരുന്നു ആ ഒരു തീരുമാനങ്ങൾ. 2011-14 മത്സരങ്ങളിൽ നിന്ന് 4 വിജയങ്ങൾ മാത്രം നേടി ലീഗ് ടേബിളിൽ അവസാനമായി. 2013 സീസണിൽ 3 വിജയങ്ങൾ മാത്രമുള്ള മറ്റൊരു അവസാന സ്ഥാനം. 2014-18 പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാതെ തുടർച്ചയായി 5 സീസണുകൾ ഒരു നീണ്ട പ്രകടനത്തിൻ്റെ ദൈർഘ്യം എടുത്തു കാണിക്കുന്നുമുണ്ട്. രണ്ടാമത്തത് പഞ്ചാബ് കിങ്സ്. IPLൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ പഞ്ചാബ് കിങ്സ് പാടുപെട്ടിട്ടുമുണ്ട്. 226 മത്സരങ്ങളിൽ നിന്ന് 109 വിജയങ്ങൾ, വിജയ ശതമാനം 48.23%. അവരുടെ വിജയമില്ലായ്മയ്ക്കുള്ള ചില കാരണങ്ങൾ ഞാൻ പറയാം. പഞ്ചാബ് പലപ്പോഴും പ്രതിഭാധനരായ വ്യക്തികളുടെ ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ ഒരു ഏകീകൃത യൂണിറ്റാക്കി മാറ്റാൻ പാടുപെട്ടു. സീസൺസിൽ ഉടനീളമുള്ള പ്രധാന കളിക്കാരെ നിലനിർത്തുന്നതിൽ അവരുടെ സ്ഥിരതയില്ലായ്മയാണ് അവരുടെ പരാജയ ക്യാമ്പയിനുകളുടെ പ്രധാന കാരണങ്ങളിലൊന്ന്. അവരുടെ ഈ സീസണുകൾ പലപ്പോഴും KL രാഹുൽ, ക്രിസ് ഗെയിൽ അല്ലെങ്കിൽ ക്ലെൻ മാക്സ്വെൽ തുടങ്ങിയ ഏതാനും പ്രധാന കളിക്കാരുടെ പ്രകടനത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. 2014 ഫൈനലിൽ എത്തിയെങ്കിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഏറ്റുമുട്ടിയ മത്സരത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 2018 സീസണിൽ ശക്തമായി ആരംഭിച്ചുവെങ്കിലും രണ്ടാം പകുതിയിൽ പരാജയപ്പെടുകയും ചെയ്തു. പ്ലേ ഓഫുകളും നഷ്ടമായിട്ടുമുണ്ട്. മൂന്നാമത് റോയൽ ചലഞ്ചേഴ്സാണ്. ബാംഗ്ലൂർ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പേരുകൾ വീമ്പിളക്കിയതും 256 മത്സരങ്ങളിൽ നിന്ന് 121 വിജയങ്ങളോടെ, അതായത് 47.27% വിജയനിരക്ക്. IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച നേട്ടം കൈവരിക്കാത്ത ടീമുകളിലൊന്നാണ് RCB. ബാറ്റിങ്ങിൽ RCBയുടെ അമിത ആശ്രയവും പലപ്പോഴും അസന്തുലിത ബൗളിംഗ് ആക്രമണത്തിൻ്റെയും ചെലവും, നിർണായക മത്സരങ്ങളിൽ സമ്മർദ്ദം ചെലുത്താനുള്ള കഴിവില്ലായ്മയും ടീമിൻ്റെ ഘടനയിലും നേതൃത്വത്തിലും അടക്കിയുള്ള മാറ്റങ്ങളാണ് അവരെ IPLൽ ഇതുവരെ കിരീടം മാറ്റാതിരിക്കാൻ കാരണമായത്. 2009, 2011, 2016 വർഷങ്ങളിൽ ഫൈനലിൽ എത്തിയെങ്കിലും കിരീടം നേടാനായിട്ടുമില്ല. ശക്തമായ തുടക്കങ്ങളെ വിജയകരമായ ടൂർണമെൻറ്റ് ഫിനിഷുകളാക്കി മാറ്റാനുള്ള സ്ഥിരമായ കഴിവില്ലായ്മയാണ് ഇവരുടെ ഏറ്റവും വലിയ പോരായ്മ. നാലാമത് രാജസ്ഥാൻ റോയൽസ്. ആദ്യ IPL സീസണിൽ വിജയിച്ച രാജസ്ഥാൻ റോയൽസ് ആ വിജയം നിലനിർത്താൻ പാടുപെടുകയാണ് ഉണ്ടായത്. ഈ ഷെയ്ൻ വോൺ അവരെ നയിച്ചപ്പോൾ അവരെ അതിശയപ്പെട്ടു പോയി. എന്നാൽ തുടർന്നുള്ള സീസണുകളിൽ അവർ നന്നായി കളിച്ചതുമില്ല. ടീം ക്യാപ്റ്റന്മാരെയും കളിക്കാരെയും പല തവണ മാറ്റുകയും ചെയ്തു. സ്ഥിരത നിലനിർത്താൻ പ്രയാസമാണ്, അതുകൊണ്ട് തന്നെയായിരുന്നു മാറ്റിയത്. അവർ പലപ്പോഴും വിദേശ കളിക്കാരെ വളരെയധികം ആശ്രയിക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഈ മറ്റ് ഫ്രാഞ്ചൈസികളെ അപേക്ഷിച്ച് സ്ഥിരതയുള്ള താരശക്തിയുടെ അഭാവം, പ്രധാന കളിക്കാർ അമിതമായി ആശ്രയിക്കുക, സീസണിൻ്റെ തുടക്കത്തിൽ അവരുടെ മധ്യ താഴ്ന്ന ഓർഡർ ബാറ്റ്സ്മാൻമാർക്ക് കാര്യമായ പരിശീലനം ലഭിച്ചിട്ടുമില്ല. ടൂർണമെൻറ്റ് തുടരുമ്പോൾ ഇത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്തു. അടുത്തത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. 183 മത്സരങ്ങളിൽ നിന്ന് 86 വിജയങ്ങളുമായി SRH അതിൻ്റെ പോരാട്ടങ്ങളുടെ പങ്ക് നേരിട്ടുകൊണ്ടേയിരുന്നു. ടീമിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതുമായ സൂപ്പർ താരങ്ങളുടെ നീണ്ട പട്ടികയ്ക്ക് ശേഷം കിരീടങ്ങൾ നൽകുന്ന പ്രകടനങ്ങൾക്ക് നൽകാൻ ടീമിന് കഴിഞ്ഞിട്ടേയില്ല. ഡെക്കാൻ ചാർജേഴ്സ് എന്ന പേരിൽ അടുത്തിടെയും മുമ്പ് 2 കിരീടങ്ങൾ നേടിയിട്ടും സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് പ്രകടനങ്ങൾ പലപ്പോഴും ചില പ്രധാന കളിക്കാരെ അമിതമായി ആശ്രയിച്ചിട്ടുമുണ്ട്. വ്യത്യസ്ത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് സൂചിപ്പിക്കുന്ന എവേ മത്സരങ്ങളിലെ പോരാട്ടങ്ങളായിരുന്നത്. ഒരു വിജയിക്കാത്ത ടീം ആയിരിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ, വിജയിക്കാത്ത ടീമിൽ അംഗമാകുന്നതിൻ്റെ ഏറ്റവും മോശമായ പ്രത്യാഘാതങ്ങൾ കളിക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും വലുതാണ് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ. സ്പോൺസർമാരുടെ ആകർഷണം കുറയുന്നതും ഇത് കുറഞ്ഞ സ്പോൺസർഷിപ്പ് വരുമാനത്തിലേക്ക് നയിക്കുന്നതുമായിരുന്നു. ചരക്ക് വിൽപ്പനയും വിപണിയിലെ മൊത്തത്തിലുള്ള ബ്രാൻഡ് മൂല്യവും കുറഞ്ഞു വന്നു. ഈ കളിക്കാരുടെ മനോവീര്യം നിലനിർത്തലും മികച്ച പ്രതിഭകളെ ആകർഷിക്കുന്നതിലും നിലനിർത്തുന്നതിലും ബുദ്ധിമുട്ടുമുണ്ടായി. കൂടുതലും വിജയകരമായ ഫ്രാഞ്ചൈസികളുമായി മത്സരിക്കുമ്പോഴായിരുന്നു ഇത് പ്രകടമായത്. മോശം പെർഫോമൻസിൻ്റെ നീണ്ട കാലയളവിൽ ടീമിൻ്റെ മനോവീര്യവും പ്രചോദനവും നിലനിർത്തുന്നതിലെ വെല്ലുവിളികളായിരുന്നത്. ആരാധകരുടെ പിന്തുണയും സ്റ്റേഡിയം അറ്റൻഡൻസും
ടിക്കറ്റ് വിൽപ്പന കുറയുകയും കാലക്രമേണ ഹോം സപ്പോർട്ട് കുറയുകയും ചെയ്തു. കുറഞ്ഞ ഫലങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആരാധകരുടെ താൽപ്പര്യം നിലനിർത്താൻ നൂതനമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവശ്യമായി വന്നു. വിജയിക്കാത്ത IPL ടീമുകൾക്കിടയിലെ പൊതുവായ ഘടകങ്ങൾ പുതിയ കളിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ തെറ്റുകൾ വരുത്തുക, അതിനാൽ മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയോ ക്ഷീണിക്കുകയോ ചെയ്യുമ്പോൾ അവരെ വേണ്ടത്ര കെയർ ചെയ്യാനൊന്നും ആൾക്കാരുണ്ടാകത്തില്ല. ഇത് ടീമിന് മത്സരങ്ങൾ തുടരുന്നത് ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരുന്നു. വിജയിക്കാത്ത ടീമുകളുടെ കുറച്ച് പൊതുവായ ഘടകങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം. കോച്ചിങ് സ്റ്റാഫിലെയും ടീം ഉടമസ്ഥതയിലും ഇടയ്ക്കിടെയുള്ള മാറ്റങ്ങൾ സ്ഥിരമായ വീക്ഷണത്തിൻ്റെയും അഭാവത്തിലേക്കും ദീർഘകാല ആസൂത്രണത്തിൻ്റെയും തന്ത്രപരമായ നടപ്പാക്കലിൻ്റെയും അഭാവത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരുന്നു. അതുകൂടാതെ ഫലപ്രദമല്ലാത്ത ലേല തന്ത്രങ്ങളും ഉണ്ടായിരുന്നു. മാർക്കി കളിക്കാർക്കായി അമിതമായി ചെലവഴിക്കൽ, ഒരു സന്തുലിതമായ സ്ക്വാഡിന് മതിയായ ഫണ്ട് അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ടീമിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുയോജ്യമായ കളിക്കാരെ തിരിച്ചറിയുന്നതിലും സുരക്ഷിതമാക്കുന്നതിലും പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. പ്രാദേശിക പ്രതിഭകളെ വികസിപ്പിക്കാനുള്ള കഴിവില്ലായ്മയാണ് അടുത്തത്. അന്താരാഷ്ട്ര താരങ്ങളെ അമിതമായി ആശ്രയിക്കുകയും ആഭ്യന്തര കളിക്കാരുടെ വികസനം അവഗണിക്കുകയും ഗ്രാസ് റൂട്ട് ക്രിക്കറ്റിലും സ്കൗട്ടിലും നെറ്റ്വർക്കിലും അപര്യാപ്തമായ നിക്ഷേപവും പൊരുത്തമില്ലാത്ത ടീം തിരഞ്ഞെടുക്കലും പ്ലേയിങ് 11-ൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന മാറ്റങ്ങളും റോളുകളെ സ്ഥിരതാമസമാക്കുന്നതിൽ നിന്ന് കളിക്കാരെ തടയുന്നുമുണ്ടായിരുന്നു. ടീം അംഗങ്ങൾക്ക് വ്യക്തമായ റോളുകൾ നിർവചിക്കുന്നതിലും ആശയവിനിമയം നടത്തുന്നതിലും പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. വിജയിക്കാത്ത IPL ടീമുകൾ സ്വീകരിക്കുന്ന മെച്ചപ്പെടുത്തലിനുള്ള തന്ത്രങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫ്രാഞ്ചൈസികൾക്ക് അവരുടെ പ്രകടനവും മത്സരശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് നടപ്പിലാക്കാൻ കഴിയുന്ന ഫലപ്രദമായ സമീപനങ്ങൾ പര്യവേഷണം ചെയ്യുകയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തോൽവിയുടെ അടുത്തൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കാണാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഇങ്ങനെ മോശം പ്രകടനം കാഴ്ചവെച്ച കളിക്കാരെയും ടീമിനെയും താഴെ കമൻറ്റ് ചെയ്യുക.